ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Ava Taste Buds. ഇന്ന് നമ്മുടെ റെസിപ്പി ബേസിൽ കൊണ്ടുള്ള ഒരു പെസ്റ്റോ പാസ്തയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബേസിൽ പ്ലാന്റ് എന്താണെന്ന് ആദ്യം കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ബേസിൽ പ്ലാന്റ്. ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, വലിയ പ്ലാന്റ് ഒന്നുമല്ല, കൊച്ചു പ്ലാന്റാണ്. പക്ഷേ ഇതിൻ്റെ ഇലയൊക്കെ കാണാൻ നല്ല ക്യൂട്ടാണ്. അതുപോലെ ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പിസ്സയിലൊക്കെ ഉപയോഗിക്കുന്ന ലീഫാണിത്. അപ്പോൾ നമ്മൾ ഈ ഇല കൊണ്ടാണ് ഇന്നൊരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പാസ്തയിൽ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ 4 പേർക്കുള്ള പേസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവിലൊക്കെ നല്ല എന്താ പറയുക, പക്കയായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ 100% ഇറ്റാലിയൻ പെസ്റ്റോ പേസ്റ്റിൻ്റെ ടേസ്റ്റ് നമുക്ക് പാസ്തയിൽ ആഡ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബേസിൽ ലീവ്സ് ഒരു 70 ഗ്രാം വേണം. അത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ ഒലിവ് ഓയിൽ വേണം. അതൊരു 1/2 കപ്പ് തൊട്ട് 1 കപ്പ്, ചിലപ്പോൾ അതിൽ കൂടുതൽ വേണ്ടി വരാം, ചിലപ്പോൾ കുറവ്, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ വെളുത്തുള്ളി ഒരു വലുതാണെങ്കിൽ ഒരെണ്ണം മതി, ചെറുതാണെങ്കിൽ അത് രണ്ട് മൂന്നെണ്ണമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ പൈനട്ട് അതൊരു 40 ഗ്രാം. പിന്നെ പെർമീസൺ ചീസ് ഗ്രേറ്റ് ചെയ്ത്, ഇവിടെ പെർമിച്ച എന്ന് പറയും, നമ്മുടെ നാട്ടിൽ പെർമീസൺ ചീസ് എന്ന് പറയാം, അതൊരു 100 ഗ്രാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പൈനട്ടാണ് ശരിയാക്കുന്നത്. ആദ്യം തന്നെ പൈനട്ട് നന്നായിട്ട് ഇത് പൊടിച്ച് പൗഡർ ഫോമിൽ എടുക്കണം. നന്നായി പൗഡർ ഫോമിൽ ഇട്ടാലേ നമുക്ക് ഇലയിൽ ഇടുമ്പോൾ കറക്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അരയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പൈനട്ട് പൊടിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ പൈനട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, പൈനട്ട്സ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാനത്ത് കാഷ്യൂ ഉപയോഗിക്കാം, വാൾനട്ടൊക്കെ ഉപയോഗിക്കാം. അതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടും, കാഷ്യൂ വാൾനട്ടൊക്കെ. പക്ഷേ അതെടുത്താലും ഇതേ അളവിൽ തന്നെ ക്വാണ്ടിറ്റി തന്നെ എടുക്കണം കേട്ടോ. കൂടിയാലും ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞാലും പ്രശ്നമാണ്. കാരണം അതിൻ്റെ ടേസ്റ്റുകൾ വ്യത്യാസം വരും. കാരണം ആ ഫ്ലേവറും ടേസ്റ്റും നമുക്ക് കറക്റ്റായിട്ടുള്ള ഇറ്റാലിയൻ ഫ്ലേവറും ഇത് നമുക്ക് കിട്ടില്ല. പിന്നെ നമ്മൾ മിക്സിയിൽ ആദ്യമേ ഇല കുറച്ചീശെ നമ്മൾ മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുക്കണം. ഒറ്റയടിക്ക് എല്ലാം കൂടി എടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ചീശെ ഇട്ടിട്ട് വേണം എന്താ പറയുക, അടിച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ ഇലകളിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാകരുത് കേട്ടോ. ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പാടില്ല. കാരണം നമ്മളത് പിന്നെ എന്താ പറയുക, ഫ്രീസറിലൊക്കെ വെച്ച് ഒരുപാട് നാൾ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പേസ്റ്റ് റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് എടുത്ത് വയ്ക്കുന്നതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞുതരാം കേട്ടോ. ഈ ബേസിൽ ലീവ്സിന് ഇറ്റാലിയൻ ലാംഗ്വേജിൽ ബസീലിക്കോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്നത് പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ, പിസ്സ മാർഗരിറ്റയൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, സീസണിങ്ങിന് വേണ്ടി ഇതിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ലീവ്സ് കണ്ടിട്ടില്ലേ. പക്ഷേ ഇതിൻ്റെ ലീവ്സിന് പ്രത്യേകമാണ്. പക്ഷേ നമുക്ക് ഈ ബേസിൽ ലീവ്സിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ മല്ലിയില ഉപയോഗിച്ചൊക്കെ ഉണ്ടാക്കി നോക്കാം. പക്ഷേ മല്ലിയിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുത്താണ്. പക്ഷെ മല്ലിയില ഇഷ്ടമുള്ളവരാണ്, അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ ടേസ്റ്റ് ഇതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. കാരണം നല്ല മണമാണ്, എന്നാൽ ഇങ്ങനെ മല്ലിയില പോലെ ഇങ്ങനെ നമ്മൾ വെറുപ്പിക്കുന്ന ടൈപ്പ് ഒരു കുത്തണ മണമൊന്നും ഇതിനില്ല കേട്ടോ. ഇതാണ് ഇലയുടെ ഇത് കേട്ടോ. ഈ ബേസിൽ, അതായത് ബസീലിക്ക എന്നാണ് ഇവിടെ പറയുക. ഇതിൻ്റെ ചെടി നമുക്ക് നാട്ടിൽ ഓൺലൈനിൽ വാങ്ങിട്ട്, പക്ഷേ ചെടിയായിട്ട് വാങ്ങണ ഭേദം ഇതിന് വിത്തുകളായിട്ട് വിത്തുകൾ വാങ്ങിട്ടും ആമസോണിലൊക്കെ. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിലായിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയാം. അപ്പോൾ ഇലയൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം മിക്സിയിലിട്ടൊന്ന് എല്ലാം ഒന്ന് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇടേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ആ വെളുത്തുള്ളി ഇടുമ്പോൾ 3-4 പീസായിട്ട് കട്ട് ചെയ്ത് ഇടുക. ഇനി നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണ്, കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ്, വെളുത്തുള്ളിയുടെ ഫ്ലേവർ കുഴപ്പമൊന്നുമില്ലാത്തവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ഇത് കഴിക്കുമ്പോൾ എരിവ് ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് എരിവൊക്കെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കുരുമുളക് പൊടി, ഞാൻ ഓപ്ഷണലാണ് കേട്ടോ പറഞ്ഞത്, കുരുമുളക് പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ മൊത്തത്തിലുള്ള കുരുമുളക് ഇട്ട് കൊടുത്താലും മതി, അത് നന്നായിട്ട് അത് തന്നെ അരഞ്ഞ് പേസ്റ്റ് ആയിക്കോളും. പക്ഷേ ശരിക്കുള്ള ഇറ്റാലിയൻ ഇതിൽ ഇടില്ല കേട്ടോ കുരുമുളക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് പൈനട്ടിൻ്റെ പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കാഷ്യൂ നട്ടായാലും വാൾനട്ടായാലും നമ്മൾ ആദ്യമേ ഒന്ന് പൊടിച്ച് നന്നായിട്ട് പൗഡറാക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ പീസുകളൊക്കെ ആയിട്ട് കിടക്കും. പിന്നെ ഞാൻ പറഞ്ഞത് ഈ പക്ക
ശരിക്കും ഇറ്റാലിയൻ റെസിപ്പി അനുസരിച്ച് ശരിക്കും ഇറ്റാലിയൻ സ്റ്റൈലിൽ ഉണ്ടാക്കുമ്പോൾ കൊറിയാണ്ടർ പൗഡർ യൂസ് ചെയ്യില്ല. കാരണം ഇവിടെ സ്പൈസസ് യൂസ് ചെയ്യൽ കുറവാണ്. നമ്മുടെ നാട്ടിലാണ് സ്പൈസി ഫുഡ്. അപ്പോൾ സ്പൈസി ആയിട്ട് ഇച്ചിരി സ്പൈസിയൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ എന്താ പറയുക കുരുമുളകിൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് ക്രഷ്ഡ് കുരുമുളകല്ല, അങ്ങനെയുള്ള കുരുമുളക് ഇട്ട് കൊടുത്താൽ ഇതിനൊപ്പം പതുക്കെ അരിഞ്ഞ് പേസ്റ്റ് ആയിക്കോളും. എപ്പോഴും ഇടാതിരിക്കുന്നത് നല്ലത്. എന്തെങ്കിലും നമുക്ക് ഇറ്റാലിയൻ ഫുഡ് കഴിച്ചതിൻ്റെയും എന്താ പറയുക ഒരു ഇറ്റാലിയൻ ഫുഡ് കഴിച്ച എഫക്റ്റ് നമുക്ക് അപ്പോഴേ കിട്ടും. ഒരു പക്ക 100% ഇറ്റാലിയൻ ഡിഷ് കഴിച്ചു എന്ന് നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾ ഇവരുടേതായ രീതിയിൽ തന്നെ ഉണ്ടാക്കിയാൽ നമുക്കൊരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ പെർമിസൺ ചീസ്, അത് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. അതും ആഡ് ഓൺ ചെയ്യുമ്പോൾ പകുതി കുറച്ചേശ്ശെ വേണം. കാരണം ഇത് ഇലയാണല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ ഇതെല്ലാം നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല, കാരണം ഫ്രീസ് ചെയ്യാനുള്ള സാധനമല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ ഓലിവ് ഓയിൽ ഒഴിച്ചാണ് നമ്മളിത് എന്താ പറയുക അരച്ചെടുക്കുന്നത്. നമ്മൾ നാട്ടിൽ ഈ മാങ്ങക്കറിയൊക്കെ വെക്കുമ്പോൾ മാങ്ങക്കറിയല്ല മോരുകറി അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കും മഷി പോലെ. അതുപോലെ നന്നായിട്ട് മഷിയായിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പക്ഷേ നമ്മുടെ നാട്ടിൽ തേങ്ങ അരയ്ക്കുമ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം ചേർത്തിട്ടാണ് അത് മഷിയാക്കി എടുക്കുന്നത്. അതിന് പകരം ഈ പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒലിവ് ഓയിൽ കുറച്ചേശ്ശെ ഒഴിച്ച് വേണം നമ്മളത് പേസ്റ്റാക്കി എടുക്കാനായിട്ട്. കാരണം എന്തായാലും നമുക്ക് അത്യാവശ്യം ആഡ് ചെയ്യണം. കാരണം അത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പേസ്റ്റ് ഡ്രൈ ആവും. അപ്പോൾ ഡ്രൈ ആവാതിരിക്കാനും നന്നായിട്ട് അറിയാനും വേണ്ടി നമ്മൾ ഒലിവ് ഓയിൽ ഒഴിക്കുന്നു. നമ്മൾ എത്രത്തോളം പിന്നെ ഒലിവ് ഓയിൽ ഒഴിക്കുന്നതനുസരിച്ച് അതിന് ടേസ്റ്റും കിട്ടും കേട്ടോ. ഇപ്പോൾ സോസിന് അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പെർമിസൺ ചീസ് എങ്ങനെ ഇരിക്കണേന്ന് ഞാൻ കാണിച്ചത് എങ്ങനെ ഇരിക്കണേന്ന്. ഇവിടെ പെർമിച്ചാൻ എന്നാണ് പറയുക, ഇറ്റാലിയൻ വേർഡ് പെർമിച്ചാൻ എന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് നമുക്ക് ഈ ബേസിലിൻ്റെ ഇതിൻ്റെ വിത്തുകൾ സീഡ് നമുക്ക് ആമസോണിൽ വാങ്ങാൻ കിട്ടും. ചെടികളായിട്ട് വാങ്ങാൻ കിട്ടും നമുക്ക്. പക്ഷേ ഏറ്റവും നല്ലത് വിത്തുകളായിട്ട് വാങ്ങണ്ട. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിത്തുകൾക്ക് അധികം വിലയൊന്നുമില്ല. പിന്നെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക വിത്തൊന്ന് പാകി കഴിയും, അതായത് പാകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് മുളച്ച് വരേണ്ട താമസം. ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് വളരും. അതിപ്പോൾ നമ്മൾ പറയില്ലേ ഒരു പനിക്കൂർക്കയുടെ ചെടി നമ്മൾ കൊണ്ടുവച്ചാൽ പരിസരം മൊത്തം പനിക്കൂർക്ക കൊണ്ട് നിറയുന്ന പറയുന്ന പോലെ അതുപോലെയാണ് ഇത് പിടിച്ച് കഴിഞ്ഞാൽ കാട് പോലെയാണ് വലുതാവും. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മണം. നമ്മൾ അതിൻ്റെ അടുത്ത് കൂടെ ഒന്നും പോകണ്ട, കുറച്ച് നീങ്ങി മാറി നടന്നാൽ പോലും ഇതിൻ്റെ മണം നമ്മൾ അത്രയും അട്രാക്റ്റ് ചെയ്യും. അത്രത്തോളം നല്ല മണമാണ്. ഇങ്ങനെ വെറുപ്പിക്കണ മണമല്ല, നല്ല നമുക്ക് റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യണ മണമാണ് ഇതിൻ്റെ ഇലയുടെ. അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ കുഴപ്പമുണ്ട്. നമ്മൾ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ അതായത് ബാക്കിയുള്ള ചെടികളൊക്കെ നമ്മൾ നട്ടുണ്ടാവുമല്ലോ, അതുപോലത്തെ കീടാണുക്കളൊക്കെ ഇതിനെ അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുമേക്ക് വരും, പുഴുക്കളൊക്കെ. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. കാരണം അത്രയ്ക്കും അട്രാക്റ്റീവാണ് ഇതിന് മണം. അതുപോലെ കൊതുകൊന്നും അങ്ങനെ ഉണ്ടാവില്ല, പക്ഷേ ഇതിൻ്റെ മണം അത്രയും അട്രാക്റ്റീവാണെന്ന് മാത്രം. പിന്നെ പ്രത്യേകിച്ച് വളവും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് വെള്ളമൊക്കെ ഒഴിച്ച് നോർമൽ അങ്ങനെ വളർന്നോളും. വളർന്നു കഴിഞ്ഞാൽ കാട് പോലെ ആയിക്കോളും. നമ്മൾ കടയിൽ നിന്ന് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഈ ചെടി സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീസൺ ആയതുകൊണ്ട് വലിയ കോസ്റ്റൊന്നുമില്ല. പക്ഷേ ഈ സമയത്ത് ഇതിൻ്റെ ലീവ്സൊക്കെ വാങ്ങാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അതായത് വലിയ കോസ്റ്റൊന്നുമില്ല, കുറച്ച് പൈസയൊക്കെ വരുള്ളൂ. പക്ഷേ ഈ സമയമൊക്കെ കഴിഞ്ഞ് വിൻ്റർ സീസണൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ ചെടികളൊന്നും കിട്ടില്ല. കാരണം ഇതൊക്കെ ചൂട് കാലത്ത് വളരുന്ന ഇതുകളാണ്, കൂടുതൽ വളരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഞങ്ങളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ സീസണിൽ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കും. ഇതൊന്നും അല്ല കേട്ടോ, അതിൻ്റെ ഇരട്ടിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പം എടുക്കാമെന്ന് മാത്രം ഒരു ഗ്ലാസ് ബോട്ടിലെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. ബാക്കിയെല്ലാം നമ്മുടെ അലുമിനിയം പേപ്പറില്ലേ അതിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇപ്പം 4 പേര് ഒരു പ്രാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തോരം ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ ചെറിയ പാക്കറ്റുകളായിട്ട് അത് അലുമിനിയത്തിൻ്റെ പേപ്പറിൽ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെറിയ പാക്കറ്റുകൾ ആയിട്ട് വെക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ അത്രയും ബുദ്ധിമുട്ട് നമുക്ക് വരില്ല.
അല്ലെങ്കിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ വലിയ കണ്ടെയ്നറായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഡീഫ്രീസ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ ചെറിയ പാക്കറ്റ് ആകുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ പെസ്റ്റോൻ്റെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാനിത് എങ്ങനെയാണ് പാസ്തയിലേക്ക്, അതായത് നമ്മൾ പാസ്ത ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് എങ്ങനെയാണ് എന്തോരം വേണം എടുത്ത് മാറ്റി വെച്ച്, അതായത് ഒരാൾക്ക് കഴിക്കാൻ എന്തോരം ക്വാണ്ടിറ്റി വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് എന്നുള്ള രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതാണ് 4 പേർക്കുള്ള പോർഷൻ. ഇതിപ്പോൾ 4 പേർക്കുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇത് പാസ്തയായിട്ട് മിക്സ് ചെയ്യണം. അതിന് മുമ്പ് ഞാൻ പെർമിസൺ ചീസ് കാണിച്ചു തരാം. ഇതാണ് പെർമിസൺ ചീസ്, അതായത് ഞങ്ങൾ പെർമിജാൻ എന്ന് പറയും ഇവിടെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിളാണ് പെർമിസൺ ചീസ്, ലുലു, മോറ്, അവിടെയൊക്കെ ഉണ്ട്. ചീസുകളുടെ ഏരിയ പണ്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മുടെ ഒരുവിധം സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ചീസാണ് പെർമിസൺ ചീസ്. ഇത് പുറത്ത് ഉള്ള ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുണ്ട്, അകത്ത് ഇങ്ങനത്തെ കളറാണ്, പക്ഷേ ഹാർഡാണ്. ഞാനിപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഹാർഡാന്ന്. ഇപ്പം അത് ഞാൻ ശരിക്കും നെക്കി കാണിച്ചു തരാം കേട്ടോ. നെങ്ങൂല, നല്ല ഹാർഡായിട്ടുള്ള കിടക്കേണ്ട സാധനം. ഈ സാധനം നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യണ സാധനമില്ലേ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഞാൻ ഇതിൽ നിന്ന് ഇപ്പോഴത്തേക്ക് ഒരു ആൾക്കുള്ള പെസ്റ്റോൻ്റെ പേസ്റ്റ് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ എടുത്തു വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് ആഡ് ഓൺ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ നേരത്തെ, കാരണം ഈ സീസൺ കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. കാരണം ഒരു 100 ഗ്രാമിനൊക്കെ 7-8 യൂറോ വരും. അപ്പോൾ ഒരു യൂറോ എന്ന് പറഞ്ഞാൽ 80 to 82 റുപ്പീസാണ് നമ്മുടെ നാട്ടിലെ വില. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കി വയ്ക്കും. അതുപോലെ ഇവിടുത്തെ പാസ്തകൾ ടൊമാറ്റോ സോസ് ഒഴിച്ചാണ് ഇവിടെ എല്ലാവരും കഴിക്കുക. പക്ഷേ അതിൽ കൂടുതൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും എക്സ്പെൻസീവും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതുമായ പാസ്ത ഈ പെസ്റ്റോ പാസ്തയാണ്. പെസ്റ്റോൻ്റെ പേസ്റ്റ് വെച്ചിട്ട് മിക്സ് ചെയ്തുള്ള പാസ്ത കഴിക്കാനാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇനി ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതാണ് ഒരാൾക്ക് ആവശ്യമുള്ള പെസ്റ്റോൻ്റെ അളവ്. കുറച്ച് കൂടുതലുണ്ടായാൽ കുഴപ്പമില്ല. അപ്പോൾ അത്രത്തോളം പാസ്തയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ പെസ്റ്റോൻ്റെ പേസ്റ്റിൻ്റെ ക്വാണ്ടിറ്റിയും ആഡ് ഓൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം ഇപ്പോൾ പാസ്ത മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ പാസ്തമ്മ കംപ്ലീറ്റ് ആയിട്ട് പിടിക്കില്ല. അപ്പോൾ കാരണം വെച്ചാൽ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്താലും അല്ലെങ്കിലും ഇത് ഇച്ചിരി ഡ്രൈ, അപ്പോൾ പേസ്റ്റ് അല്ലേ, അപ്പോൾ നമ്മൾ പരലൻ ടൈപ്പ് ആവണ്ടേ, അപ്പോൾ പിടിക്കണ്ടേ. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നതിന് മുമ്പിൽ ഫ്രഷായിട്ട് ഗ്രേറ്റ് ചെയ്ത പെർമിസൺ ചീസ് ഇടുക. എന്നിട്ട് കുറച്ച് ഒലിവും കൂടി ഒന്ന് ടച്ചപ്പിന് വേണ്ടി കുറച്ച് ഒലിവും കൂടി ഒന്ന് ഒഴിക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക. സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പെസ്റ്റോൻ്റെ പേസ്റ്റ് ഇത്രയും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. പക്ഷേ കുറച്ച് കൂടുതൽ എപ്പോഴും ഇടുന്നതായിരിക്കും എപ്പോഴും ടേസ്റ്റ്. പക്ഷേ ഇങ്ങനത്തെ പാസ്തനെ ഇവിടെ പറയുക സ്പഗേത്തി എന്നാണ് പറയാം കേട്ടോ. എല്ലാവരും ഇങ്ങനത്തെ നൂല് പോലെ പാസ്ത വെച്ചാണ് ഇത് കഴിക്കുക എപ്പോഴും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റിന് എന്തെങ്കിലും നിങ്ങൾ എന്നോട് പറയാനുണ്ടെങ്കിൽ അതും കമൻറ്റ് വഴിയായിട്ട് എഴുതി അറിയിക്കുക. തൊട്ട് താഴെ ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പാസ്ത കഴിക്കാൻ ഇഷ്ടപ്പെടുത്തുകയും ഇറ്റാലിയൻ ഡിഷിനോട് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.